ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, ഇന്ന് സമസ്ത സ്ഥാപക ദിനം. നീണ്ട 98 വർഷങ്ങൾക്കപ്പുറം ഇതുപോലെയുള്ളൊരു ജൂൺ 26-നാണ് വരക്കൽ തങ്ങൾ ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ സുന്നി കൈരളിയുടെ അഭിമാനമായ മഹത്തായ ഈ സംഘടന രൂപീകൃതമായത്. അതിനെ അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ ഈ മദ്രസയിലെ SKSBVയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലക്ക് അല്പം ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. മാമലകളും വൃക്ഷങ്ങളും നദികളും വയലുകളും പരന്നു കിടക്കുന്ന സുന്ദര കേരളം ഏതൊരാളുടെയും മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ച. അതുകൊണ്ടാണ് അറബികൾ ഈ നാടിന് ഖൈറുള്ള എന്ന പേര് നൽകിയത്. 6-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ടെന്ന് ചരിത്ര താളുകളിൽ കണ്ണോടിച്ചാൽ മനസ്സിലാവും. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കൊടുങ്ങല്ലൂരിലെത്തി. അവിടത്തെ അന്നത്തെ രാജാവ് ചേരമാൻ പെരുമാൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും അവരിൽ ആകർഷണീയനായ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതും ചരിത്ര സത്യമാണ്. ഒരുപാട് കുടിയേറ്റക്കാരായ അറബികൾ ഇവിടെ വന്നിട്ടുണ്ട്. യമനിലെ ഹദർമൗത്തിൽ നിന്നും സയ്യിദന്മാരും ഉലമാക്കളും സൂഫിയാക്കളും ഇവിടെ താമസമാക്കിയിട്ടുണ്ട്. ഇവരെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചത് തിരുനബിയും സ്വഹാബത്തും പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിനെയാണ്. സൈനുദ്ദീൻ മഖ്ദൂമുമാരും മമ്പുറം തങ്ങളും ഉമർ ഖാദിയും ഈ നാടിന്റെ മനസ്സറിഞ്ഞ് ഇവിടെ ഇസ്ലാമിന്റെ പ്രകാശം പരത്തിയവരാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഒരു പറ്റം നവീന ചിന്താഗതിക്കാർ ഈ പാരമ്പര്യത്തെ തുടച്ചു നീക്കാൻ കച്ചകെട്ടിയിറങ്ങി. എന്നാൽ തീവ്ര ചിന്താഗതിക്കാരെ പ്രതിരോധിക്കാതിരുന്നാൽ സമുദായത്തിന് നഷ്ടമാണെന്ന് മനസ്സിലാക്കിയ അന്നത്തെ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും സൂഫിയാക്കളും കൂടി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത എന്ന മഹിത പ്രസ്ഥാനത്തിന് രൂപം നൽകി. അന്നു മുതൽ ഇന്ന് വരെയുള്ള സമസ്തയുടെ നായകന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന നിലയിലെത്തിച്ചത്. ഒരു പക്ഷേ അന്നത്തെ മഹത്തുക്കൾ സമസ്ത രൂപീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളെക്കാൾ പരിതാപകരമാകുമായിരുന്നു. ഈ ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടതെന്ന് സമസ്ത പഠിപ്പിച്ചു. അതിനുദാഹരണമാണ് 10,000-കണക്കിന് വരുന്ന മദ്രസകളും പള്ളികളും അറബി കോളേജുകളും. ഇക്കാലയളവിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വൻ മുന്നേറ്റമാണ് സമസ്ത നടത്തിയിട്ടുള്ളത്. അന്യമതസ്ഥരോട് നല്ല നിലയിൽ പെരുമാറാൻ പഠിപ്പിക്കുന്ന സമസ്ത സമുദായത്തിന്റെ അകത്ത് നിന്ന് തീവ്ര ചിന്തയുള്ളവർ ഉടലെടുത്തപ്പോൾ അവരെ പ്രതിരോധിച്ചതും ശ്രദ്ധേയമാണ്. സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാതെ എന്നാൽ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ അവസാന വാക്കായ സമസ്തയുടെ 100-ാം വാർഷികത്തിന് കേരളക്കര കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടും 100-ാം വാർഷികം ആഘോഷിക്കാൻ 100% അർഹതയുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്തയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.